ഇന്തോനേഷ്യൻ തീരത്ത് മീൻ പിടിക്കാൻ പോയ മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ ഇത്തവണ കുടുങ്ങിയത് മീനല്ല, മറിച്ച് 3.7 മീറ്റർ നീളമുള്ള ഒരു ചൈനീസ് ചാരക്കണ്ണാണ്. ബാലി കടലിടുക്കിൽ നിന്ന് ലഭിച്ച ഈ അജ്ഞാത ഉപകരണം ഇപ്പോൾ ലോക രാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. തെളിവുകൾ ഇത്രത്തോളം വ്യക്തമായിട്ടും പതിവ് പോലെ ചൈന ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് എന്നതാണ് ഇതിലെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം. ടോർപിഡോയുടെ ആകൃതിയിലുള്ള ഈ ഉപകരണം വെറുമൊരു സാധാരണ ഇരുമ്പ് കഷ്ണമല്ല. ചൈനയുടെ 710th റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ഡീപ് സീ റിയൽ ടൈം ട്രാൻസ്മിഷൻ സിസ്റ്റമാണിതെന്ന് സമുദ്ര പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു. സമുദ്രത്തിന്റെ ആഴങ്ങൾ മാപ്പ് ചെയ്യാനും ജലപ്രവാഹങ്ങളും താപനിലയും കൃത്യമായി നിരീക്ഷിക്കാനും ഇതിന് സാധിക്കും. അതിനേക്കാളൊക്കെ ഉപരിയായി ശബ്ദ സിഗ്നലുകൾ ശേഖരിച്ച് ആ മേഖലയിലൂടെ കടന്നു പോകുന്ന അന്തർവാഹിനികളെ കൃത്യമായി ട്രാക്ക് ചെയ്യാനുള്ള അപാരമായ ശേഷിയും ഈ ഉപകരണത്തിനുണ്ട്. ഈ സിസ്റ്റം ഇതിനകം തന്നെ ചൈനയിലെ ബേസ് സ്റ്റേഷനുകളിലേക്ക് നിർണായക സിഗ്നലുകൾ അയച്ചതായി ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്തോനേഷ്യയിലെ ബാലി ദ്വീപിനും തന്ത്രപ്രധാനമായിട്ടുള്ള ലോംബാക് കടലിടുക്കിനും ഇടയിലാണ് ഈ അത്യാധുനിക ഉപകരണം കണ്ടെത്തിയിരിക്കുന്നത്. ബാലി കടലിനെ ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമുദ്രപാതയാണിത്. എന്തുകൊണ്ടാണ് ചൈന ഈ പ്രദേശത്ത് ഇത്രയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം മലാക്ക കടലിടുക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിലവിൽ ഏഷ്യയിലെ പ്രധാന വ്യാപാര നാവിക പാത തിരക്കേറിയ മലാക്ക കടലിടുക്കാണ്. എന്നാൽ അത് വളരെ ഇടുങ്ങിയതും ആഴം കുറഞ്ഞതുമായ ഒരു ജലാശയമാണ്. അവിടെ ഒരു അന്തർവാഹിനിക്ക് വെള്ളത്തിനടിയിലൂടെ രഹസ്യമായി സഞ്ചരിക്കാൻ കഴിയില്ല, ഉപരിതലത്തിൽ വന്നേ മതിയാകും. എന്നാൽ ലോംബോക് കടലിടുക്കിന്റെ അവസ്ഥ അതല്ല. വലിയ കപ്പലുകൾക്കും വമ്പൻ അന്തർവാഹിനികൾക്കും ഉപരിതലത്തിലേക്ക് വരാതെ വെള്ളത്തിനടിയിലൂടെ തന്നെ ആരും അറിയാതെ കടന്നു പോകാൻ കഴിയുന്നത്ര ആഴം ലോംബോക്കിനുണ്ട്. മലാക്കയ്ക്ക് ഒരു ബദൽ മാർഗമായി ഈ പാത ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അത് ചൈനീസ് നാവികസേനയ്ക്ക് നൽകുന്ന തന്ത്രപരമായിട്ടുള്ള ഒരു മേൽക്കൈ വളരെ വളരെ വലുതാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ ഓരോ നീക്കങ്ങളും അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കുന്ന ഇന്ത്യക്ക് ഈ പുതിയ സംഭവം വലിയ ആശങ്കയാണ് നൽകുന്നത്. ലോംബോക് കടലിടുക്കിലെ നാവിക നീക്കങ്ങൾ നേരിട്ട് നിരീക്ഷിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമല്ല. അതിനാൽ തന്നെ ഇതിനായി ഓസ്ട്രേലിയ പോലുള്ള സഖ്യരാജ്യങ്ങളെ കൂടുതൽ ആശ്രയിക്കേണ്ടി വന്നേക്കാം. ഇൻഡോ പസഫിക് മേഖലയിലെ സമുദ്ര സുരക്ഷയിൽ ഇതൊരു പുതിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. തങ്ങളുടെ ഉപകരണമല്ലെന്ന് ചൈന ഔദ്യോഗികമായി പറയുന്നുണ്ടെങ്കിലും സമുദ്രത്തിനടിയിലെ ഈ നിശബ്ദ രഹസ്യാന്വേഷണ യുദ്ധം അവർ സജീവമായി തുടങ്ങിക്കഴിഞ്ഞു എന്നത് വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.